നമസ്കാരം. ഇന്ന് നിഷയിലേക്ക് ഏവർക്കും സ്വാഗതം. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചതായ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെല്ലാം തന്നെ ഭയക്കുന്നത് ആയുധങ്ങളെയല്ല, എതിർ ശബ്ദങ്ങളെയാണ്, ആശയങ്ങളെയാണ്, ചിന്തകളെയാണ്. ഏത് വിധേനയും അത് അടിച്ചമർത്തുക എന്നതാണ് അതിൻ്റെ രീതി. അത് ഒരു ജനാധിപത്യ സമൂഹത്തിന് യോജിച്ച രീതിയല്ല, ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച രീതിയല്ല. ഒരു അക്രമങ്ങൾ ഉടലെടുക്കും അല്ലെങ്കിൽ വയലൻസ് ഉണ്ടാകുമെന്ന ഭയത്തിൽ മൊത്തം ഒരു രീതിയെ നിശബ്ദമാക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുകയല്ല ചെയ്തത്. കുറച്ചും കൂടിയൊക്കെ ഇഗാലിറ്റേറിയനായി ചിന്തിക്കാനും ജീവിക്കാനും ഉള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അതിനു പകരം സർവകലാശാലയിൽ പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കോ പ്രത്യയശാസ്ത്രപരമായ സംവാദങ്ങൾക്കോ വിലക്കുകൾ ഏർപ്പെടുത്തുന്നത് ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കാത്തതാണ്. ചിന്തയുടെയും ആശയങ്ങളുടെയും പരീക്ഷണശാലകളാണ് സർവകലാശാലകൾ. ഭരണഘടന ഉറപ്പുതരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ മൂല്യങ്ങൾക്കും വിരുദ്ധമാണ് ഇത്തരം വിലക്കുകൾ. വിദ്യാർത്ഥികളിൽ സാമൂഹിക രാഷ്ട്രീയ ബോധം ഉണ്ടാക്കാൻ ക്യാമ്പസുകളിലെ ചർച്ചകൾ അനിവാര്യമാണ്. രാഷ്ട്രീയ ചിന്തകളെ പൂർണ്ണമായും വിലക്കുന്നത് വരും തലമുറയെ യാഥാർത്ഥ്യ ബോധങ്ങളിൽ നിന്നും അകറ്റാൻ മാത്രമേ ഉപകരിക്കൂ. ഭയമില്ലാതെ ആശയങ്ങൾ പ്രകാശിപ്പിക്കാനും സംവാദങ്ങൾക്കും ഉള്ള അന്തരീക്ഷമാണ് ഒരു സർവകലാശാലയിൽ ഉണ്ടാകേണ്ടത്. വിലക്കുകൾ സർഗാത്മകതയെയും വിമർശനാത്മകമായ ചിന്തയെയും തളർത്തും എന്നുള്ളതിൽ യാതൊരു വക തർക്കവുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന് ഒരു മറുപുറമുണ്ടല്ലോ. സർവകലാശാലയുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് ഗവേഷണവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ തന്നെയാണ്. അപ്പോൾ അമിതമായ രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടായാൽ സർവകലാശാലയുടെ പഠനാന്തരീക്ഷത്തെ ബാധിക്കുകയും ക്യാമ്പസുകളെ സമാധാനത്തെയും അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് ഒരു തർക്കവുമില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ ഇല്ലാതാക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടച്ചു മാറ്റുക എന്ന രീതിയല്ല അവലംബിക്കേണ്ടത്. പ്രത്യുത മുഖം നോക്കാതെ നടപടി എടുക്കുകയാണ് വേണ്ടത്. ഭരിക്കുന്ന കക്ഷി പോലീസിൻ്റെ പണി കൃത്യമായി എടുക്കുക എന്നുള്ളത്, നിയമവാഴ്ച കൃത്യമായി ഉണ്ടാകുക, ജുഡീഷ്യറി കൃത്യമായി നിഷ്പക്ഷമാകുക എന്നാണ് വേണ്ടത്. അതല്ലാതെ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് സുഗമമായി പ്രവർത്തിക്കാനുള്ള പാത ഒരുക്കുകയല്ല ഒരു ജുഡീഷ്യറി ചെയ്യേണ്ടത്. ഭരണഘടന അപ്ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള നിയമ നടപടികൾ ആണ് മുഖം നോക്കാതെ നടപടിയെടുക്കുക എന്ന് പറയും. അപ്പോൾ നിയമങ്ങൾ റിജിഡാക്കണം. കലാപങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടാവുകയാണെങ്കിൽ അതിന് വളരെ നിഷ്പക്ഷമായി ജുഡീഷ്യറി വിധി പ്രസ്താവിക്കുകയും വേണം. മാത്രമല്ല ഒരു പ്രത്യേക രാഷ്ട്രീയ ചേരിയുടെ കയ്യിൽ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ചേരിയുടെ മാത്രം കേന്ദ്രമായി സർവകലാശാലകൾ പോകുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി നിരീക്ഷിക്കണം. അത് ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെയും ജുഡീഷ്യറിയുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ്, പോലീസിൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അച്ചടക്ക നടപടികൾ റിജിഡാക്കുക എന്നതും മാത്രമാണ് നടക്കുകയുള്ളൂ. സർവകലാശാലകൾ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പ്രത്യയശാസ്ത്ര സംവാദങ്ങളും തുടച്ചു മാറ്റുകയല്ല വേണ്ടത്. നിയമം റിജിഡാക്കുക, ജുഡീഷ്യറി നിയമവാഴ്ച ഉറപ്പുവരുത്തുക, ഇമ്പാർഷ്യലായിട്ട് ജുഡീഷ്യറി ഉണ്ടാവുക, വിധി പ്രസ്താവന ഉണ്ടാവുക. അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ പോലെ ഉള്ള സംഭവങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പ്രത്യേക രാഷ്ട്രീയ ചേരിയുടെ കയ്യിൽ പെട്ടുപോകാതിരിക്കാനുള്ള കൃത്യമായ മോണിറ്ററിങ്ങും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറയുന്നത്.
അവിടെ ഏത് രാഷ്ട്രീയ കക്ഷിക്കാണോ ഭരണം കൂടുതൽ, അല്ലെങ്കിൽ ഭരിക്കുന്നത് വിദ്യാർത്ഥി മേക്കൈയുള്ളത്, അവരുടെ ഒരു ആധിപത്യം അവിടെ ഉണ്ടാവാൻ പാടില്ല. അതും ജനാധിപത്യ വിരുദ്ധമാണ്. ജയിച്ചു എന്ന് കരുതി തോറ്റവരെ ഒരു മീനായി കാണുന്ന രീതി, അടിമയായി കാണുന്ന രീതി, അല്ലെങ്കിൽ ജയിച്ചവർക്ക് എന്തുമാകാം എന്നുള്ള കാര്യം അവരുടെ അഴിഞ്ഞാട്ടം ഉണ്ടാക്കുന്നത് ഒക്കെ തന്നെ ജനാധിപത്യ വിരുദ്ധതയാണ്. അത്രയും ജനാധിപത്യ വിരുദ്ധ ബ്രൂട്ടലായിട്ടാണ് സിദ്ധാർത്ഥനോടൊക്കെ പെരുമാറിയിട്ടുള്ളത്. കുട്ടികൾ അപക്വമായതാണ്. അവരിൽ ആ പ്രായത്തിൽ ചിലപ്പോൾ ആദ്യം ബാധിക്കാം. അത് പലതും കൊണ്ടും ആദ്യം ബാധിക്കാം. ചിലപ്പോൾ എത്ര നല്ല ചിന്താഗതിയുള്ള ആൾക്കാരാണെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ട് മൃഗീയമായിട്ടുള്ള ചില വാസനകളൊക്കെ വന്ന് ചില ജീവനൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന സംഗതികളാണ്. അപ്പോൾ അവിടെ നിയമവാഴ്ച ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നിരോധിക്കുകയല്ല. അപ്പോൾ എത്ര അപക്വമായ സോഷ്യൽ മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എത്ര ചൈൽഡിഷാണെന്ന് ആലോചിച്ച് നോക്കണം. അതിനെ വളരെ ശാസ്ത്രീയമായിട്ടല്ല സമീപിക്കുന്നത്. അത് ഇല്ലാണ്ടാക്കാൻ, ആ വയലൻസ് ഇല്ലാണ്ടാക്കാൻ, അല്ലെങ്കിൽ ലഹരി ഇല്ലാതാക്കാൻ, അതല്ലെങ്കിൽ വേറെ രീതിയിൽ കുറച്ചും കൂടിയൊക്കെ ഇഗാലിറ്റേറിയൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ശാസ്ത്രീയമായി അതിനെ സമീപിച്ച് എന്താണ് അതിൻ്റെ ഹോളിസ്റ്റിക്കായിട്ട് സമീപിച്ച് അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി. ഇപ്പോൾ തലവേദന ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തലവേദനയ്ക്കുള്ള മരുന്നല്ലല്ലോ കൊടുക്കേണ്ടത്. അതോടുകൂടി തലവേദന ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താ എന്നാണ്. ഒരു കുട്ടി പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ മാർക്ക് കുറയാനുണ്ടാവുന്ന കാരണം എന്താ? കുട്ടിക്ക് എന്നും പരീക്ഷ എഴുതുമ്പോൾ തലവേദന വരും, ടെൻഷൻ വരും. അപ്പോൾ അതിൻ്റെ പിന്നെ ഒരുപിടി ചിലപ്പോൾ ചില പെൺകുട്ടികളാണെങ്കിൽ ഞാനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എബ്യൂസ് വീട്ടിൽ നടക്കുന്നുണ്ട്, ചൈൽഡ് എബ്യൂസ്, സെക്ഷൽ എബ്യൂസൊക്കെ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാറില്ല. വേണ്ട രീതിയിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നു. അതിൻ്റെ റൂട്ട് കോസ് അന്വേഷിച്ച് പോകുമ്പോഴാണ് അതിന് സമഗ്രമായി ഹോളിസ്റ്റിക്കായിട്ട് സമീപം അപ്പോൾ ഇങ്ങനൊരു സംഗതി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വയലൻസ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? കുട്ടികൾ ശരിയായൊരു അവബോധം കുട്ടികൾക്ക് കിട്ടുന്നില്ല. ശരിയായ പ്രത്യയശാസ്ത്രങ്ങളിൽ ആകൃഷ്ടരായിട്ടല്ല ഓരോ രാഷ്ട്രീയ കക്ഷികളിലും കുട്ടികൾ വന്നു ചേരുന്നത്. ഈയിടെയായിട്ട് കുട്ടികൾക്ക് ഓഫേഴ്സ് ഉണ്ട്, ലഹരി എന്ന ഓഫർ ഉണ്ടാവാം, കാശ് ഒരുപാട് കിട്ടുന്നുണ്ടാവാം. അങ്ങനെ കുട്ടികൾ വഴിതെറ്റി വരുന്നുണ്ട്, കുട്ടികൾ വഴിതെറ്റുന്നുണ്ട്. അത് കണ്ടെത്തി ഔന്നിത്യമാർന്ന ചിന്തകളെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും ഇടമാക്കി മാറ്റേണ്ടത് സർവകലാശാലകളെ അത്തരം കാര്യങ്ങളിൽ ഇടമാക്കി മാറ്റേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യമാണ്. കാരണം ജനാധിപത്യം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം പക്ക പെർഫെക്റ്റായിട്ട് പോകും. എല്ലാ മനുഷ്യരാണല്ലോ. മനുഷ്യൻ വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും മാനുഷിക പരിമിതികളുണ്ടാവും. അപ്പം എന്നാൽ അതോറിറ്റേറിയൻ ആയി പോകുന്നുണ്ടെങ്കിൽ തടയിടാൻ ജനാധിപത്യത്തിന് കഴിയും. അപ്പോൾ അത്തരം ലെസ്സർ ഈവിൾ എന്ന് പറയും, ഡെമോക്രസി ഈസ് എ ലെസ്സർ ഈവിൾ. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാന പാഠങ്ങൾ പഠിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പ്രത്യയശാസ്ത്രപരമായ തുറന്ന സംവാദങ്ങളും ഇല്ലാതാക്കുന്നത് ഈ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ജനാധിപത്യപരമായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നതുപോലെ തന്നെ പ്രധാനമാണ് കലാലയങ്ങളിലെ പഠനാന്തരീക്ഷം സമാധാനപരമായ പഠനാന്തരീക്ഷം ഉണ്ടാവുക എന്നതും. അതുകൊണ്ട് ഇവ രണ്ടും പരസ്പരം ബാധിക്കാത്ത രീതിയിൽ സന്തുലിതമായി മുന്നോട്ട് പോകുന്നതിലാണ് ജനാധിപത്യ മര്യാദ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സർവകലാശാലകളിൽ നിന്നും കോളേജ് ക്യാമ്പസുകളിൽ നിന്നും 18 വയസ്സ് മേലുള്ള പൗരന്മാരാണ് അവിടെ ഉള്ളത്. അവിടെ നിന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിലക്ക് കൽപ്പിക്കുന്നത് അപരിഷ്കൃതമാണ്.
കുഞ്ഞുങ്ങളിലെ രാഷ്ട്രീയ സാമൂഹിക അവബോധം ഇല്ലാതാവും, പ്രതികരണശേഷി ഇല്ലാതാവും, പേടിച്ചിരിക്കും. ഭയമില്ലാതെ ചർച്ച ചെയ്യാനുള്ള, എന്തും ചർച്ച ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഭരണകൂടത്തിൻ്റെ ധർമ്മമാണ്. നന്ദി, നമസ്കാരം.